ഹായ്, ഗുഡ് മോർണിംഗ്. നീൽസിന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഓഫ് റിജിഡ് ബോഡീസ് ആണ്. അതായത് റൊട്ടേഷണൽ ഡയനാമിക്സിലെ മോഷൻ ഓഫ് റിജിഡ് ബോഡീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ കുറെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻ ആണ്. ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻ നമ്മൾ ഒരു ഹൈറാർക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വന്നു, പിന്നീട് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ, പിന്നീട് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതിനുശേഷം ഒരു എൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ആര് വന്നത്, ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. എൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിൽ കെപ്ലേഴ്സ് പ്രോബ്ലം മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതില് സെന്റർ പോയിന്റില്, അതായത് സെന്റർ ഫീൽഡിലെ നമ്മൾ ലഗ്രാഞ്ചിനും കെപ്ലേഴ്സ് പ്രോബ്ലം ആണ് നമ്മൾ വിട്ടുവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ സിലബസിൽ ഈ 2 പോയിന്റിലും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഓഫ് റിജിഡ് ബോഡീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു റിജിഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഡു യു മീൻ ബൈ റിജിഡ് ബോഡി? റിജിഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാല്, റിജിഡ് ഒരു ബോഡിയിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് സമയം പോകുന്നതിനനുസരിച്ചിട്ട് വ്യത്യാസമൊന്നുമില്ല എങ്കിൽ, അതായത് ഒരു സോളിഡ് ബോഡി എടുക്കുക, ഒരു കരിങ്കല്ലിന്റെ ഒരു കഷ്ണം എടുക്കാം, അതിലെ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതായത് സമയം പോകുന്നതിനനുസരിച്ച് ആ കരിങ്കല്ലിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ അവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഒരിക്കലും വേരി ചെയ്യില്ല. ഓക്കെ, അങ്ങനെ വേരി ചെയ്യാത്തിടത്തോളം നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, റിജിഡ് ബോഡി എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ കുപ്പിയിൽ വെള്ളം കറക്കി, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, പൊസിഷൻ ചേഞ്ച് ചെയ്യും, അല്ലെ? സോ നമുക്ക് വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു റിജിഡ് ബോഡി ആയിട്ട് പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ അതാണ് റിജിഡ് ബോഡിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, motion of rigid bodies. A body is said to be rigid if the relative position of parts of the body remains unchanged during the motion under the action of external forces. അതായത് ഒരു റിജിഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ, അതിൽ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് മോഷന്റെ സമയത്ത്, ടൈം ബീയിങ് അതിന് എന്തെങ്കിലും ഒരു മോഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അത്തരത്തിലുള്ള ബോഡീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, റിജിഡ് ബോഡീസ് എന്ന് പറയാം. ഓക്കെ, നോർമലി നമ്മൾ 2 ടൈപ്പ് മോഷനെ കുറിച്ചാണ് പറയാ. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷൻ, 2 റൊട്ടേഷണൽ മോഷൻ. ഇവിടെ നമ്മൾ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന മോഷനും കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്യുവർ ട്രാൻസ്ലേഷണൽ, പ്യുവർ റൊട്ടേഷൻ, അതായത് ഒരു നിരപ്പായ സ്ഥലത്തൂടെ എന്തെങ്കിലും ഒരു സാധനം നിരക്കി കൊണ്ടുപോവുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ബോഡിയെ വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയും. ഇനി അതല്ല, ഒരു ചരിവുള്ള ഒരു സ്ലൈഡിങ് പൊസിഷനിൽ നമ്മളൊരു ബോൾ ഉരുട്ടിക്കൊണ്ടു പോവുകയാണെന്ന് വിചാരിക്കാം. ആ ബോൾ ഉരുട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പോവുക. അപ്പൊ ആ ബോഡിക്ക് എന്തുണ്ടാവുക, റൊട്ടേഷണൽ മോഷനാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മൾ പ്യുവർ ആയിട്ട് അത് നിരങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയും. അത് റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, റൊട്ടേഷണൽ മോഷൻ എന്ന് പറയും. റൊട്ടേഷണൽ മോഷന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ബോഡി ഒരു സർക്കുലർ മോഷനിലാണെന്ന് വിചാരിക്കുക, ഒരു ബോഡി ഒരു സർക്കുലർ മോഷനിലാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ ഒരു കുട്ടി ഒരു ചരട് എടുത്തിട്ട് ഒരു കല്ല് അതിന്റെ അറ്റത്ത് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ കല്ലിനെ എടുത്തിട്ട് എന്താ, കറക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി കറക്കുകയാണ്. അങ്ങനെ കറക്കുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു സർക്കുലർ മോഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഒരു സ്ലൈഡിങ് പോയിന്റിലൂടെ ഒരു ബോള്
ഉരുണ്ടു പോകുകയാണെന്ന് വിചാരിക്കാം, റോൾ ചെയ്ത് പോവുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് റൊട്ടേഷണൽ മോഷനാണ്. അവിടെ ഉണ്ടാവുന്നത് റൊട്ടേഷണൽ മോഷനാണ്. ഓക്കെ, റൊട്ടേഷണൽ മോഷനിലുള്ള ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. എന്താണ്? റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാവുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ഓക്കെ, നമ്മൾ ആംഗുലർ വെലോസിറ്റിയെയും ലീനിയർ വെലോസിറ്റിയെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗുലർ വെലോസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒമേഗ എന്നാണ്. ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി. ആൻഡ് ആംഗുലർ വെലോസിറ്റിയും നമ്മുടെ ലീനിയർ വെലോസിറ്റിയും തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. ലീനിയർ വെലോസിറ്റി ഇസ് ഡിനോട്ടഡ് ആസ് v. v is equal to omega cross r. v is equal to omega cross r. ഓക്കെ, ഇനി നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ പഠിക്കുന്ന വേറൊരു ടേം ആണ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം about the origin is L is equal to I omega. Angular momentum about origin is L equal to I omega. I എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഒമേഗ എന്ന് പറയുന്നത് വീണ്ടും ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പൊ ആംഗുലർ മൊമെന്റം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ആംഗുലർ വെലോസിറ്റിയും കൂടെ ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗുലർ മൊമെന്റം കിട്ടും. അപ്പൊ നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ ആംഗുലർ വെലോസിറ്റി ഉണ്ട്. ആംഗുലർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിൽ ഇക്വേഷൻ v is equal to ഒമേഗ ക്രോസ് r എന്നുള്ളതാണ്. അതുപോലെ ആംഗുലർ മൊമെന്റം about the origin is given by L equal to I omega. L equal to I omega. L is the angular momentum. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ഇതിന് നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാൻ സാധിക്കും. ഈ ഇക്വേഷനെ തന്നെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാൻ സാധിക്കും. L എന്ന് പറയുന്നത് LX LY LZ ആണ്. L എന്ന് പറയുന്നത് LX LY LZ ആണ്. And I is the moment of inertia matrix. Moment of inertia matrix എന്ന് പറയുന്നത് അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. moment of inertia matrix എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ടെൻസർ ഫോമിലാണ് കിട്ടുന്നത്. ഓക്കെ, ടെൻസർ ഫോമുല കിട്ടുന്നത്. ഇതൊരു സെക്കൻഡ് ഓർഡർ ടെൻസർ ആണ്. ഓക്കെ, സോ ഇതില് 9 കമ്പോണൻസ് ഉണ്ട്. IXX, IXY, IXZ, അതുപോലെ IYX, IYZ, IYY, IYZ, IZX, IZY, IZZ. ശേഷം ഒമേഗയുടെ മെട്രിക്സ് എഴുതാം. ഒമേഗ എക്സ്, ഒമേഗ വൈ, ഒമേഗ സെഡ്. ഇതിനെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോമ്പോണന്റിനും എൽ എക്സിന്റെ കമ്പോണന്റ്, എൽ വൈന്റെ കമ്പോണന്റ്, എൽ ഇസഡിന്റെ കമ്പോണന്റ്, ഇത് പ്രോപ്പർ ആയിട്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് LX equal to നമ്മൾ എക്സ് കമ്പോണൻസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടാവും. LX equal to I into omega x, I into omega x, IXY into omega y, and IXZ into omega z. Okay, IXX into omega x plus IXY into omega y plus IXZ into omega z. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആംഗുലർ മൊമെന്റത്തിന്റെ എക്സ് കമ്പോണന്റ് കിട്ടും. ഓക്കെ, ഇതുപോലെ നമുക്ക് കറസ്പോണ്ടിങ് വൈ കമ്പോണന്റും സെഡ് കമ്പോണന്റും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കറസ്പോണ്ടിംഗ്ലി നമുക്ക് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും കണ്ടുപിടിക്കാം. LY is equal to IYX omega x plus IYY omega y plus IYZ omega z. LZ is equal to IZX omega x plus IZY omega y plus IZZ omega z ആണ് നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ Z കമ്പോണന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ?
ഓക്കെ. അപ്പൊ നമ്മള് മോഷൻ ഓഫ് റിജിഡ് ബോഡീസ് പറഞ്ഞു. രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ മൊമെന്റം, ഇതെല്ലാം നമുക്ക് റൊട്ടേഷൻ ഡയനാമിക്സിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് V is equal to omega cross R ആണ്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇക്വേഷൻ L is equal to I omega ആണ്. ഇവിടെ നമുക്കുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ടെൻസർ ആണ്. ഓക്കെ. ഈ ഇക്വേഷനില് അതായത് നമ്മൾ ഈ ടെൻസർ എടുക്കുകയാണെങ്കിൽ നമുക്കിത് എപ്പോഴാണ് ഒരു സിമെട്രിക് ടെൻസർ ആണെന്ന് പറയുക? ഈ ടെൻസർ സിമെട്രിക് ടെൻസർ ആണെന്ന് പറയണമെങ്കിൽ ഐ എക്സ് വൈയും ഐ വൈ എക്സും സിമിലർ ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഐ എക്സ് സെഡും ഐ സെഡ് എക്സും ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഐ വൈ സെഡും ഐ സെഡ് വൈയും ഈക്വൽ ആയിരിക്കണം. ഈ മൂന്ന് കമ്പോണൻസ് കറസ്പോണ്ടിംഗ്ലി ഈക്വൽ ആയിട്ട് എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ. അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഈക്വൽ ആയാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. സോ ഐ എക്സ് വൈ ഈക്വൽ ടു ഐ വൈ എക്സ് ആയിരിക്കണം. ഐ എക്സ് സെഡ് ഈസ് ഈക്വൽ ടു ഐ സെഡ് എക്സ് ആയിരിക്കണം. അതുപോലെ ഐ സെഡ് വൈ ഈസ് ഈക്വൽ ടു ഐ വൈ സെഡ് ആയിരിക്കണം. ഇങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു മെട്രിക്സ് അല്ലെങ്കിൽ മെട്രിക്സ് ടെൻസർ എന്ന് പറയുന്നത് സിമെട്രിക് ടെൻസർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കാം. ഓക്കെ. ഇനി നമുക്ക് റൊട്ടേഷൻ മോഷനിൽ ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. റൊട്ടേഷണൽ മോഷനിൽ ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി, മോഷൻ ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡിയുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം. ട്രാൻസ്ലേഷൻ മോഷനിലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആണ്. ഓക്കെ. ഹാഫ് എം വി സ്ക്വയർ ആണ് നമ്മൾ ട്രാൻസ്ലേഷൻ മോഷന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ റൊട്ടേഷണൽ മോഷന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ അതിനെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ടേംസ്, അതായത് ട്രാൻസ്ലേഷൻ മോഷനിലുള്ള ടേംസിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലെ ടേംസ് എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് ആണ് നമ്മളുടെ ട്രാൻസ്ലേഷൻ മോഷനിലുള്ള ടേം എങ്കിൽ അതിന് കറസ്പോണ്ടന്റ് ആയിട്ട് നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐ എന്നാണ്. അതുപോലെ ആംഗുലാർ വെലോസിറ്റി, അതായത് ലീനിയർ വെലോസിറ്റി കറസ്പോണ്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് ആംഗുലാർ വെലോസിറ്റി ആണ്. സോ വി സ്ക്വയറിന് പകരം നമുക്ക് ഒമേഗ സ്ക്വയർ കൊടുക്കാം. ഓക്കെ. സോ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് നമ്മളുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി ഇൻ റൊട്ടേഷൻ മോഷന്റെ ഇക്വേഷൻ ആണ് ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഓക്കെ. ഈ ഐ ഒമേഗ, അതായത് എൽ എന്ന് പറയണത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് നമ്മളുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അപ്പൊ ഹാഫ് ഐ ഇൻറ്റു ഒമേഗ എടുക്കുകയാണെങ്കിൽ ഐ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം. ഹാഫ് ഇൻറ്റു എൽ ഒമേഗ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു എൽ ഒമേഗ എന്നും കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആൻഡ് ഹാഫ് എൽ ഒമേഗ എന്നുള്ള രണ്ട് ഇക്വേഷൻ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതുവരെ ക്ലിയർ ആണോ? ഹലോ. ഓക്കെ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓയിലർ ആംഗിൾസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. ഓയിലർ angles are the most commonly used that describes the orientation of a body axis with respect to the space fixed axis. ഒരു ബോഡി സ്പേസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ബോഡിയുടെ ഓറിയന്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ആംഗിൾ ആണ് എന്തെന്ന് പറയണത്? ഓയിലർ ആംഗിൾസ് എന്ന് പറയുന്നത്.
ഇത് ഓയിലർ ആംഗിൾസിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എയർക്രാഫ്റ്റ് ഡയനാമിക്സിലാണ്. അതായത് എയറോപ്ലെയിൻ ഒക്കെ പോയില്ലേ, അപ്പൊ എയറോപ്ലെയിൻ തിരിയുമ്പോഴുള്ള ഓറിയന്റേഷൻ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ ഓയിലർ ആംഗിൾസിനെ കുറിച്ച് പറയാൻ സാധിക്കുക. അതായത് സ്പേസിൽ ഒരു ഫിക്സഡ് ആക്സിസ് ഉണ്ട് എന്ന് ചിന്തിക്കുക. അതിലൊരു ബോഡിയുടെ ഓറിയന്റേഷൻ ഏത് ആംഗിളിലാണ് അത് തിരിഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ കറങ്ങിയിരിക്കുന്നത്, എത്ര ആംഗിൾ, എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എത്ര ആംഗിൾ കറങ്ങിയിട്ടുണ്ട്, വൈ ആക്സിസ് എങ്ങനെയാണ് അതിന്റെ ഓറിയന്റേഷൻ, ഇത് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഓയിലർ ആംഗിൾസ് യൂസ് ചെയ്യുക. So Euler angles are the most commonly used angles that describe the orientation of the body axis with respect to the space fixed axis. അപ്പൊ സ്പേസിൽ നിങ്ങൾ എയർക്രാഫ്റ്റ് ഡൈനാമിക്സിന്റെ ആലോചിച്ചാൽ മതി. എയർക്രാഫ്റ്റ് ഒരു പ്ലെയിൻ പോകുന്ന സമയത്ത് അതിങ്ങനെ ശരിയില്ല, നമുക്ക് യൂട്യൂബിലൊക്കെ കുറെ വീഡിയോസ് ഉണ്ട്, എയർക്രാഫ്റ്റ് ഡൈനാമിക്സ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഓയിലർ ആംഗിൾസ് ആൻഡ് എയർക്രാഫ്റ്റ് ഡൈനാമിക്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ കുറെ കാണാപ്പാടം പഠിക്കുമ്പോൾ നമുക്ക് കുറെ മൈൻഡ് ഔട്ട് ആയിട്ട് പോകും. ഓക്കെ, ഇനി ആംഗിൾസ് അവിടെ നിൽക്കട്ടെ, ഞാൻ ഒരു ഫിഗർ കാണിക്കാം. ഓക്കെ, ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ എക്സ് വൈ സെഡ് ആക്സിസ് ഉണ്ട്. ഈ ഫിഗറിൽ എക്സ് വൈ സെഡ് ആക്സിസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത് കേട്ടോ. എക്സ് എ എക്സ് വൈ, വൈ എ സെഡ് എ, ഇതാണ് നമ്മളുടെ പാരന്റ് ആക്സിസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഇനീഷ്യലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എക്സ് ആക്സിസ് ആയിട്ട് എക്സ് ആക്സിസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആക്സിസിനെ കറക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുക എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ പിടിച്ചിട്ട് നമ്മുടെ ആക്സിസിനെ കറക്കുന്ന സമയത്ത് എക്സ് ഫിക്സഡ് ആയി നിൽക്കും, അതുപോലെ വൈയും സെഡും കറങ്ങിപ്പോകും. ഓക്കെ, എക്സ് ഫിക്സഡ് ആക്കി നിൽക്കും, വൈയും സെഡും കറങ്ങിപ്പോകും. നമ്മൾ സെക്കൻഡ് ടേമിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് വൈ ഫിക്സഡ് ആക്കി നിർത്തിയിട്ട് എക്സിനെയും സെഡിനെയും കറക്കണം. അതായത് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളുടെ പ്ലെയിനെ നമ്മൾ കറക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആക്സിസിൽ വെച്ച് കറക്കി, സെക്കൻഡ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ വിത്ത് റെസ്പെക്ട് ടു കറക്കി, മൂന്നാമത് എന്ന് പറയുന്നത് നമ്മൾ സെഡ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു കറക്കാം. ഓക്കെ, ആദ്യം എക്സ് ആക്സിസ്, പിന്നെ വൈ ആക്സിസ്, പിന്നെ സെഡ് ആക്സിസ്. ഇതിന്റെ പ്ലെയിന് കാണിക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇതാണ് കൂടുതൽ ക്ലിയർ ആയിട്ട് തോന്നിയത്. അത് കുറച്ചുകൂടെ നമുക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇമേജ് വരുന്ന സമയത്ത് കുറെ പ്ലെയിൻസ് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇമേജ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എടുക്കുക, എക്സ് വൈ സെഡ് എടുക്കുക. ഫസ്റ്റ് കേസിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് കറക്കണം. അപ്പൊ എക്സ് ആക്സിസ് ഫിക്സഡ് ആയി നിന്നു, വൈയും സെഡും മാത്രം ചേഞ്ച് ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് വൈ ആക്സിസ് ഫിക്സഡ് ആക്കി വെച്ചു, എക്സും വൈ സെഡും മാത്രം ചേഞ്ച് ചെയ്തു. ശേഷം സെഡ് ആക്സിസ് ഫിക്സഡ് ആക്കി വെച്ചു, വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് നമ്മൾ കറക്റ്റാണ്. അപ്പൊ എക്സും വൈയും മാത്രം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇതിനൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ആംഗിൾ ഇവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഫസ്റ്റ് എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു കറക്റ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ കറക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിൾ ആണ് ഫൈ. ഈ ആംഗിൾ ഫൈ. വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് നമ്മൾ കറക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എഗെയിൻ ചേഞ്ച് വന്നു. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, തീറ്റ. അടുത്തത് നമ്മൾ സെഡ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ആംഗിൾ ആണ് സൈ. സൈ. ഓക്കെ, ഇനി ഈ ഫൈ എന്ന് പറയുന്നതിന് ആംഗിളിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രെസിഷൻ ആംഗിൾ. എന്താ വിളിക്കുക, പ്രെസിഷൻ ആംഗിൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രെസിഷൻ ആംഗിൾ ആണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ന്യൂട്ടേഷൻ ആംഗിൾ ആണ്. തീറ്റ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് നമ്മൾ കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് ന്യൂട്ടേഷൻ ആംഗിൾ. മൂന്നാമത് നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്
ബോഡി ആംഗിൾ ആണ്. ഓക്കെ, ബോഡി ആംഗിൾ അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ കറക്കണം, നമുക്ക് കിട്ടുന്ന ആംഗിൾ ഫൈ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രിസിഷൻ ആംഗിൾ. രണ്ടാമത് നമ്മൾ വൈ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു കറക്കുകയാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് തീറ്റ, അതാണ് ന്യൂട്ടേഷൻ ആംഗിൾ. മൂന്നാമത് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് ആണ് നമ്മൾ കറക്കുന്നത്, സോ നമുക്ക് കിട്ടുന്നത് സൈ ആണ്, അത് നമ്മളുടെ ബോഡി ആംഗിൾ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്താ വരിക എന്ന് വെച്ചാല്, ഈ ഓരോ ചേഞ്ചിനും, അതായത് ഈ ഓരോ ആംഗിൾ ചേഞ്ചിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വിത്ത് റെസ്പെക്ട് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് ഫൈ, വിച്ച് ഈസ് ദ പ്രിസിഷൻ ആംഗിൾ. വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് നമ്മൾ കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ്, ആംഗിൾ ചേഞ്ച് ആണ് തീറ്റ എന്ന് പറയുന്നത്, വിച്ച് ഈസ് കോൾഡ് ന്യൂട്ടേഷൻ ആംഗിൾ. വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് നമ്മൾ കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സൈ എന്നുള്ള ആംഗിള്, അതിന് നമ്മൾ ബോഡി ആംഗിൾ എന്ന് പറയും. നമുക്ക് ഈ ആംഗിളും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മെട്രിക്സും ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇനി അത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ കറക്കുകയാണെന്ന് വിചാരിക്കാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ കറക്കുകയാണെങ്കിൽ നമ്മളുടെ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് 1 0 0 0 cos phi sin phi 0 minus sin phi cos phi. ഈ ഫോമിലാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ കറക്കുന്ന സമയത്ത് നമ്മളുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഉണ്ടാവുക. നമ്മുടെ മെട്രിക്സ് കൺവേർട്ടഡ് ആയിട്ട് ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ പല രീതിയിലും ആംഗിൾ തരാം, അപ്പൊ നമ്മളോട് പ്രിസിഷൻ ആംഗിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കണം. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾക്ക് ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതാണ് 1 0 0 0 cos phi sin phi ആൻഡ് 0 minus sin phi cos phi. ഇത് കൂടാതെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ റേഞ്ച് ആണ്. ഫൈ ആംഗിളുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ്. ഓക്കെ, സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ വെച്ച് കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രിസിഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ആ പ്രിസിഷൻ ആംഗിളിന്റെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഫൈന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 2π, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ്. നമ്മൾ മെട്രിക്സിൽ എഴുതുന്ന സമയത്ത് 1 0 0 0 cos phi sin phi 0 minus sin phi cos phi എന്നായിരിക്കും നമുക്ക് മെട്രിക്സ് ഡിനോഷനിൽ ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. അടുത്തത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് നമ്മളുടെ ആക്സിസ് കറക്കുകയാണെന്ന് വിചാരിക്കുക. വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് നമ്മൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. തീറ്റയ്ക്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പേര് എന്ന് പറയുന്നത് ന്യൂട്ടേഷൻ ആംഗിൾ ആണ്. ന്യൂട്ടേഷൻ ആംഗിൾ തീറ്റയ്ക്ക് നമുക്ക് കിട്ടുന്ന പേരെന്ന് പറയുന്നത് ന്യൂട്ടേഷൻ ആംഗിൾ ആണ്. ന്യൂട്ടേഷൻ ആംഗിളിന്റെ റേഞ്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യൂട്ടേഷൻ ആംഗിളുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഓക്കെ, സോ വൈ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു കറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ന്യൂട്ടേഷൻ ആംഗിൾ ആണ്. ന്യൂട്ടേഷൻ ആംഗിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ മെട്രിക്സ് ഫോം എന്താണെന്ന് നോക്കാം. മെട്രിക്സ് ഫോമിലേക്ക് വരുന്ന സമയത്ത് cos theta 0 minus sin theta 0 1 0 sin theta 0 cos theta. ഓക്കെ, ഇതാണ് നമുക്ക് മെട്രിക്സ് ഫോമില് കിട്ടുന്നത് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ, ഈ ഫിഗറിൽ ഒരു പ്രശ്നമുണ്ട്.
ഇവിടെയാണ് മൈനസ് ഉള്ളത്. ഇവിടെ മൈനസ് വരാം, ഇവിടെ മൈനസ് വരാം. ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്പോസ് എടുത്താൽ സിമിലർ ആവില്ല. സോ നിങ്ങൾ മൈനസ് സൈൻ തീറ്റ, അതായത് മൂന്നാമത്തെ റോയില് നോക്കിയാൽ മതി. ഫസ്റ്റ് കോളം തേർഡ് റോയില് മൈനസ് സൈൻ തീറ്റ കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് റോയില് മൈനസ് സൈൻ തീറ്റ കൊടുക്കണ്ട, അത് പോസിറ്റീവായിട്ട് ഇരിക്കും. മോസ്റ്റ് കോമൺലി നമ്മൾ ഈ ബുക്സിലൊക്കെ കാണുന്നത്, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് മൈനസ് സൈൻ തീറ്റ തേർഡ് റോയിൽ വരുന്ന പോലെയാണ്. സോ വൈ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ന്യൂട്ടേഷൻ ആംഗിൾ. ന്യൂട്ടേഷൻ ആംഗിൾ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ്. 0 to പൈ വരെയാണ്. അപ്പോൾ കോസ് തീറ്റ 0 സൈൻ തീറ്റ 0 1 0 മൈനസ് സൈൻ തീറ്റ 0 കോസ് തീറ്റ. അപ്പൊ ഈ ഇക്വേഷനിൽ മൈനസ് എവിടെയാ വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് ന്യൂട്ടേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആംഗിൾ ആണ് ബോഡി ആംഗിൾ. ബോഡി ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബോഡി ആംഗിൾ എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് കറക്കുമ്പോൾ ബോഡി ആംഗിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത് precision ആംഗിളിന്റെ സെയിം റേഞ്ച് ആണ്. ബോഡി ആംഗിൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ ആണ് നമ്മളുടെ ബോഡി ആംഗിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ മെട്രിക്സ് ഡിനോഷൻ എന്ന് പറയുന്നത് കോസ് സൈ സൈൻ സൈ 0 സൈൻ സൈ മൈനസ് സൈൻ സൈ കോസ് സൈ 0 0 0 1. ഓക്കെ, ഇതില് സെയിം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് തന്നെയാണ് വരുന്നത്. ഇതിൽ പൊസിഷനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ, പൊസിഷനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇതില് സെയിം സൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ നോക്കുന്ന സമയത്ത് നോക്കുമ്പോ നോക്കുക, ഇവിടെ കോസ് തീറ്റ 0 മൈനസ് സൈൻ തീറ്റ അല്ല, സൈൻ തീറ്റ തന്നെയാണ് വരുന്നത്. 0 1 0 മൈനസ് സൈൻ തീറ്റ 0 കോസ് തീറ്റയാണ് നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. അത് പ്രിന്റിങ് എറർ ആയിരിക്കും. അപ്പോൾ വൈ ആക്സിസ് വരുന്ന സമയത്ത് കോസ് തീറ്റ 0 സൈൻ തീറ്റ 0 1 0 മൈനസ് സൈൻ തീറ്റ 0 കോസ് തീറ്റ. സെഡ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു കറക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് സൈ ആണ്, ബോഡി ആംഗിൾ ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ ആണ്. അതിന്റെ മെട്രിക്സ് ഡിനോഷൻ എന്ന് പറയുന്നത് കോസ് സൈ സൈൻ സൈ 0 മൈനസ് സൈൻ സൈ കോസ് സൈ 0 0 0 1 ആണ്. ഈ മൂന്ന് മെട്രിക്സും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് മുന്നൊരു തവണ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാമിന് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഏത് ഗിവൺ ഓപ്ഷനിലാണ് യൂളർ ആംഗിൾസ് ഉള്ളത് എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഇപ്പോ കുറച്ച് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴാണ് കുറെ ബുദ്ധിമുട്ട് വരിക. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറെ പ്രോബ്ലംസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചു നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ശരിയെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമുക്ക് അറിയാൻ തോന്നും, പക്ഷെ നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് യൂളർ ആംഗിൾസ് ആണ്. യൂളർ ആംഗിൾസിൽ നമുക്ക് 3 മേജർ ആക്സിസ് ആണ്, 3 മേജർ ആക്സിസും 3 മേജർ ആംഗിൾസും ആണ് ഉള്ളത്. ഓക്കെ, ഇതില് വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് നമ്മൾ കറക്കണു. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. ഫൈ എന്ന് പറയുന്നത് ഏത് ആംഗിളാ? ഫൈ ഏത് ആംഗിളാ? രാവിലെ എണിച്ചിട്ട് precision angle. യെസ്, വെരി ഗുഡ്. പ്രസിഷൻ ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഫൈ എന്ന് പറയുന്നത് പ്രസിഷൻ ആംഗിൾ ആണ്. അതിന്റെ മെട്രിക്സ് പഠിക്കുക. അടുത്തത് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് നമ്മൾ കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ന്യൂട്ടേഷൻ ആംഗിൾ. ന്യൂട്ടേഷൻ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റയാണ്. അതിന്റെ മെട്രിക്സ് പഠിക്കുക. ഒപ്പം ബോഡി ആംഗിളിനെ നമ്മൾ കറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് സൈ ആണ്. സൈ എന്ന് പറയുമ്പോൾ അതിന്റെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് ആണ് നമ്മൾ കറക്കുക. അതിന്റെ വിത്ത് റെസ്പെക്ട് ടു അതിന്റെ മെട്രിക്സും ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഈ 3 മെട്രിക്സും
ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കാതെ തന്നെ വേഗം ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓപ്ഷൻ നമുക്ക് കൺഫ്യൂസിങ് ആയാലും നമുക്ക് പെട്ടെന്ന്, അതായത് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്നറിയോ, ഈ 3 ആംഗിൾസും എഴുതി വെക്കുക. എന്നിട്ട് ശേഷം എന്ത് ചെയ്യുക, ഓപ്ഷനിലേക്ക് പോവുക. നമുക്ക് കൺഫ്യൂസിങ് ആയ കുറെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ വായിച്ചത് നേരെ ആംഗിൾസ് മെട്രിക്സ് ഫോമിൽ എഴുതി വെക്കുക. അതിന് ശേഷം ഓപ്ഷനിൽ ഏതാണെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നമ്മള് യൂളേഴ്സ് ജിയോമെട്രിക്കൽ ഇക്വേഷൻ. ഇനി യൂളർ ആംഗിൾസ് വെച്ചിട്ട് നമ്മൾ ജിയോമെട്രിക്കൽ ഇക്വേഷൻസ് എഴുതാൻ പോവാണ്. നമ്മൾ യൂളർ ആംഗിൾസ് ആണ് ഫൈ, തീറ്റ, സൈ എന്നുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ജിയോമെട്രിക്കൽ ഇക്വേഷൻസ് എഴുതാൻ പോവാണ്. Okay, Euler's geometrical equation which express the component of angular velocity omega with respect to the body axis in terms of Euler angles and their time derivatives. ഇത് നമ്മൾ യൂളർ ആംഗിൾസ് യൂസ് ചെയ്തിട്ട് ആംഗുലർ വെലോസിറ്റീസ് എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, യൂളർ ആംഗിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആംഗുലർ വെലോസിറ്റീസ് എഴുതുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ വരുന്നത് ഫസ്റ്റ് കമ്പോണന്റ് എക്സ് കമ്പോണന്റ് ഒമേഗ 1 ഈസ് ഈക്വൽ ടു ഫൈ ഡോട്ട് സൈൻ തീറ്റ സൈൻ സൈ പ്ലസ് ഫൈ ഡോട്ട് കോസ് സൈ ആണ്. ഒമേഗ 2 എന്ന് പറയുന്നത് ഫൈ ഡോട്ട് സൈൻ തീറ്റ കോസ് സൈ മൈനസ് തീറ്റ ഡോട്ട് സൈൻ സൈ ആണ്. ഒമേഗ 3 ഈസ് ഈക്വൽ ടു ഫൈ ഡോട്ട് കോസ് തീറ്റ മൈനസ് സൈ ഡോട്ട് ആണ്. ഇത് അധികം പ്രോബ്ലംസ് കണ്ടിട്ടില്ല. യൂളർ ആംഗിൾസിന്റെ മെട്രിക്സ് ആണ് കുറെ പ്രോബ്ലംസ് ഒക്കെ കണ്ടിട്ടുള്ളത്. ഇതൊരു കുറച്ചൊരു നെക്സ്റ്റ് ലെവലില് എക്സ്റ്റൻഷൻ പോലെ എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യൂളർ ആംഗിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആംഗുലർ വെലോസിറ്റീസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതായത് യൂളർ ആംഗിൾസിനെ യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ ഫോമിൽ നമുക്ക് ആംഗുലർ വെലോസിറ്റീസിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഞാൻ അതിൽ ഓപ്ഷൻസ് എഴുതിയിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കറസ്പോണ്ട് ടു റൊട്ടേഷൻ ബൈ ആൻ ആംഗിൾ ഫൈ. ഇവിടെ ഫൈ എന്നുള്ള ആംഗിൾ തന്നിട്ടുണ്ടെങ്കിലും മെട്രിക്സ് ഏത് മെട്രിക്സ് അല്ല, നമ്മളുടെ പ്രെസിഷൻ മെട്രിക്സ് അല്ല. അപ്പൊ നമ്മള് തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് യൂളർ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എനി വൺ ഓഫ് ദ യൂളർ ആംഗിൾസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഫൈ എന്ന് പറയുന്നത് പ്രെസിഷൻ ആംഗിൾ തന്നെ ആവണം നിർബന്ധമില്ല. ഓക്കെ, അപ്പോ നമുക്ക് ന്യൂട്ടേഷൻ ആംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ബോഡി ആംഗിൾ ആയിട്ടോ ഏത് മെട്രിക്സ് ആണോ വരുന്നത് ആ മെട്രിക്സിനെ മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സൈ എന്ന് പറയുന്നത് പ്രെസിഷൻ ആംഗിൾ തന്നെ ആവണം നിർബന്ധമില്ല. അത് ഏത് ആംഗിൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാലോ. ഇനി പ്രെസിഷൻ ആംഗിൾ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഓപ്ഷനിൽ അല്ലെങ്കിൽ ആ മെട്രിക്സിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ഇവിടെ എനി വൺ ഓഫ് ദ യൂളർ ആംഗിൾസിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനില് നമുക്ക് ബോഡി ആംഗിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ബോഡി ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും നമ്മൾ അത് എഴുതാനുള്ള നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് റൊട്ടേഷണൽ മോഷനിലെ മോഷൻ ഓഫ് റിജിഡ് ബോഡീസ് ആണ്. റിജിഡ് ബോഡി ഡൈനാമിക്സിൽ നമ്മൾ ഇനീഷ്യലി നമ്മളുടെ ആംഗുലർ മൊമെന്റം, ആംഗുലർ വെലോസിറ്റി, കൈനറ്റിക് എനർജി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടെൻസറെ കുറിച്ച് പറഞ്ഞു. അതൊരു സെക്കൻഡ് ഓർഡർ ടെൻസർ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പറഞ്ഞു, യൂളർ ആംഗിൾസ് പറഞ്ഞു. യൂളർ ആംഗിൾസ് 3 ടൈപ്പ് ഉണ്ട്: പ്രെസിഷൻ, ന്യൂട്ടേഷൻ, ബോഡി ആംഗിൾ. ഇതിന്റെ മൂന്നിന്റെയും റേഞ്ച് നമ്മൾ പഠിക്കണം. പ്രെസിഷൻ ആംഗിളുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ്. അതുപോലെ ന്യൂട്ടേഷൻ ആംഗിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ്. അടുത്തത് ബോഡി ആംഗിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ്. ഇതിന്റെ റേഞ്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യൂളർ ആംഗിൾസിന്റെ റേഞ്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ മെട്രിക്സ് ഡിനോഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പോൾ നോട്ട്സ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, പരമാവധി നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു മാം.